പോവാന്നിട്ട് നെഞ്ചി വലിച്ചോണ്ട് പോകും ഉള്ളില് ബാത്റൂമിൽ. വിചാരിച്ചിരുന്നു എനിക്കറിയാം സന്തോഷം. അപ്പോ ആദിലക്കും നവീനും മുൻകൂട്ടി ഒരു ധാരണ ഉണ്ട് എന്നുള്ളതാണ്. അതായത് രണ്ടുപേരും ഈ ആഴ്ചയിൽ എവിക്റ്റ് ആവും എന്നുള്ള ആ ഒരു കാര്യം. അതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, നമ്മുടെ അനീഷേട്ടൻ ഔട്ടായി പോകും. അതേപോലെ തന്നെ ഇവര് ഭയങ്കര ഗസ്സിങ് ആണ്, അനുമോൾ ഔട്ടായി പോകും, ഷാനവാസ് ആകാൻ പോകുന്നത്, അങ്ങനെയൊക്കെ അക്ബർ, ഈ ഒരു 3 പേരും ഭയങ്കരമായിട്ടുള്ള ചർച്ച. ആര്യന് പോയതൊക്കെ നമ്മളെ ഞെട്ടിച്ചതാണ്. അതുകൊണ്ട് ഷാനവാസ്ക, അനീഷേട്ടൻ, അനുമോള് ഇവര് പോകുന്ന പറയുന്നത്. സാബുമാനെ കുറിച്ചിട്ടൊന്നും ഇവർക്ക് യാതൊരു സങ്കോചം, ഒരു സങ്കടം ഒന്നും ഇല്ല കേട്ടോ, പോകില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നത്. സത്യം പറയട്ടെ, ഈ നെവിൻ എന്ന് പറയുന്ന വ്യക്തി സാബുമാനെ നാരദൻ എന്ന് വിളിച്ച സമയത്ത് എല്ലാവരും അത് തള്ളിക്കളഞ്ഞു. പക്ഷെ യഥാർത്ഥ നാരദനായിട്ട് അവിടെ പണിയെടുക്കുന്നത് കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഇവരുടെ ചർച്ച ഒന്നൊന്നര ചർച്ച ചെയ്യണം. അനുമോളൊക്കെ പോകണം പറ. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ഫൺ ക്യാരക്ടറാണ്, ജില്ലാണ് ഞാനൊക്കെ. അതെ അതെ അതെ, ലാലേട്ടൻ വന്ന് വിളിക്കല്ലോ, നിങ്ങൾ ഔട്ടായിരിക്കുന്നു, അതില യു ആർ എവിക്റ്റഡ്, എന്റെ അടുത്തേക്ക് വരാം. അപ്പൊ അവിടെ പോയിട്ട് ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കുന്നൊക്കെ പറയുന്നത്. അതിലേക്ക് സന്തോഷം പ്രകടിപ്പിക്കാലോ, കാരണം വീട്ടിലേക്ക് എന്തായാലും കുറച്ച് കായ് വരുമല്ലോ. കപ്പ് കിട്ടൂലെങ്കിൽ പോലും കുറച്ച് പൈസ കൂടുതൽ കിട്ടും. രണ്ടുപേരും ഒരു വീട്ടിലേക്കാണല്ലോ പണിയെടുക്കുന്നത്. ഇനി എന്റെ വലിയൊരു സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൺഫഷൻ റൂമിൽ 1.5 മണിക്കൂറോളം അവർ സംസാരിച്ചിട്ടുണ്ട്. ഒരു ധാരണയിൽ ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവും. ഈ ആഴ്ച എവിക്ഷനിൽ പുറത്തായിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾ രണ്ടുപേരും ഒരു കണ്ടസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മത്സരിക്കാം എന്നുള്ള ഒരു കാര്യം വെക്കാനാവും ചിലപ്പോ. നോക്കിക്കോ നിങ്ങൾ, ഈ ആഴ്ചയിൽ ഇവർ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേരെയും ഒരു കണ്ടസ്റ്റന്റ് ആക്കും മിക്കവാറും. വിടത്തില്ല അവിടെ നോക്കുക, അതിനെടുക്കാൻ പറ. പാവങ്ങളല്ലേ ബിഗ് ബോസ് ജീവിച്ചു പോട്ടെ പ്രേക്ഷകരെ. ഇവരണ്ടാളും അല്ല ഇവരേണ്ടതല്ല, ഇവള് വേണ്ടെന്നില്ല. കാരണം നിങ്ങളിൽ ഒരാൾ ഇവിടെ ഉണ്ട്, ഇനിയിപ്പൊ ഞാൻ മതി. മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞു കൊടു. പുറത്ത് മാത്രമല്ല അകത്തും പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു മനസ്സിലാക്കിക്കോളൂ എന്നുള്ളതാണ്. ആ ഇരിക്കണതിനെ കൊണ്ടുപോയിക്കോ. അനുമോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, അനുമോളെ പുറത്താക്കിക്കൊള്ളാനാണ് പറയുന്നത്. അനുമോള്, സാബുമാൻ, അതേപോലെ തന്നെ ഷാനവാസ്ക, 3 പേര് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. അങ്ങോട്ട് ചൂണ്ടിക്കാണിക്ക് പറയാണ് അവരെ എടുത്ത് കളയുന്നു. ഈ നൂറയുടെ സപ്പോർട്ട്, ഇവിടെ ടോപ്പ് 5 എത്തിയതിന്റെ അഹങ്കാരം തന്നെയാണ് നൂറക്കും ആദിലക്കും എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ ഈ കാര്യങ്ങളൊക്കെ മതി. അനുമോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഔട്ടായാൽ മതി എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ ആവശ്യമില്ല, അതിന് അനുമോളുണ്ട് ഇവിടെ ഇരിക്കാം, നിന്റെ സ്ഥാനത്ത് കയറിയിരിക്കാം. ഓക്കെ, അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിവിടെ ഇരുന്നോട്ടടാ, എന്നെ ഔട്ടാക്കണ്ടടാ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ടിസ്റ്റ് മാറ്റി. അനുമോൾ ഉണ്ട് അതിന് ഇവിടെ ഇരിക്കാന്നുള്ളത്. അവരങ്ങോട്ടും കൊണ്ട് നിലപാടുകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും കൊള്ളാൻ കേട്ടോ. അനുമോൾ അവരെ ഒഴിവാക്കി മാറി ഇപ്പൊ നിൽക്കുന്നത് നന്നായി എന്ന് ഇവിടെയുള്ള എല്ലാവരും പറയുന്നുള്ളൂ. അകത്ത് എന്തുണ്ടെയാണ് പറഞ്ഞ നമുക്കറിയേണ്ട ആവശ്യമില്ല. പുറത്തെ ആളുകൾ പറയുന്നത് നന്നായി എന്നുള്ളതാണ് ഇവരുടെ സ്വഭാവം. അതായത് അനുമോള് ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് 1000 കാര്യങ്ങൾ, അതായത് ഫുഡ് കഴിച്ചതിന്റെയും തന്നതിന്റെയും അതും ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരമായി ആദില പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. കൊള്ളാം, നല്ല അടിപൊളി ടീംസ് ആണ്. ഇനി രാത്രി, ഇന്നലെ രാത്രി അക്ബർ, നവീന്, ഈ പറയുന്ന ആദില, 3 പേര് ഇരുന്നിട്ടുള്ള ചർച്ച, ആര് പോവണം, എങ്ങനെ പോവണം എന്നുള്ളത്. അപ്പൊ ഇപ്പൊ ഓൾറെഡി വ്യാഴാഴ്ച, നാളത്തെ വിക്ഷണ കേട്ടോ. നീ എന്തിനത് ഓർമ്മിപ്പിക്കണ? ഇത് ഫുള്ള് തീട്ടവർത്താനാണല്ലോ. ആദിലങ്ങനെ കുറെ സമയങ്ങളായി എന്താണ് ചന്തി, അത് കുണ്ടി, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഇപ്പൊ അനുമോളെ തന്നെ ഒരുപാട് തവണ കള്ളി, നുണച്ചി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളോട് ഈ രീതിയിലാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ഈ റന ഫാത്തിമ ഒക്കെ പോകുന്നതിന് മുന്നേ രാത്രി ലൈവിൽ കടന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 16+ എന്ന പ്രോഗ്രാമിലാണ് ഇവര് വന്നിട്ട് ഈ പറയുന്നത്. ആദ്യം തന്നെ ലാലേട്ടനോട് പറയാനുള്ളത് 16+ പ്രോഗ്രാം ആണ് എന്ന് ആ കുട്ടികളോട് അവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അവര് പറയുന്ന വാക്കുകളൊക്കെ അമ്മാതിരിയാണ്. എന്തായാലും എവിക്ഷൻ എന്നൊക്കെ കേൾക്കുമ്പോ വീക്കെൻഡ് ആകുമ്പോഴത്തേനും അവൾക്ക് ടോയ്ലറ്റ് അത്ര ഓർമ്മ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പോണം. ഏറ്റവും വലിയ കോമഡിയാണ് കാണല്ലേ അനീഷേട്ടൻ അനുമോള്. ഭയങ്കര ശുഭാപ്തി വിശ്വാസം കേട്ടോ. ഈ ആഴ്ച അതിലെ പോകുമെന്ന് ഉറപ്പിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പോകുന്നത്, മനസ്സിലായില്ലേ? ചെന്നൈയിൽ നിന്നും കേരളത്തിലോട്ട് ഫ്ലൈറ്റ് പിടിച്ച് ഒറ്റയ്ക്ക് വരാൻ പോവുകയാണ്. ഈ ആഴ്ച വരുമെന്ന് ഉറപ്പിച്ച് പറയാണ്. എന്തായാലും അത് നല്ലൊരു ഇതാണ് കേട്ടോ. ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണത്.
ബിഗ് ബോസ് ഇത് ഞാൻ സമ്മതിക്കില്ല. ബിഗ് ബോസിന് തെറ്റ് പറ്റി. ബിഗ് ബോസിന് തെറ്റ് പറ്റി. ഒരു സാധാരണക്കാരനെ എവിക്ട് ചെയ്തോടുന്നത് ഭയങ്കര മോശമാണ് ബിഗ് ബോസ്. പിന്നെ ബിഗ് ബോസിന്റെ വ്യക്തിഹത്യ നിങ്ങൾക്ക് കണ്ണിച്ചോറില്ലേ ബിഗ് ബോസ്? അല്ല, ബിഗ് ബോസിന്റെ അടുത്ത് തന്നെ ചോദ്യം ചോദിക്കും. ഒരു കോമണർ ഫൈനലിക്ക് വരാൻ ബിഗ് ബോസ് സമ്മതിക്കുന്നില്ല അല്ലേ? കപ്പ് എങ്ങനെ എടുക്കാൻ നിങ്ങൾക്ക് സമ്മതിക്കായിരുന്നു ബിഗ് ബോസ്? എങ്ങനെയുണ്ട്? അനീഷേട്ടൻ ഈ ആഴ്ച പോകത്രേ. അനീഷേട്ടൻ ഈ ആഴ്ച പോകുമ്പോ അനീഷേട്ടൻ ബിഗ് ബോസിനോട് കൈയും കാലും പിടിച്ച് കരയുന്നൊക്കെയാണ് ഇവർ രണ്ടാളും പറഞ്ഞത്. 3 പേര് എന്ന് പറയുന്നത്. ഈ 3 പേരില് 2 പേര് ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഒരാള് പോകാൻ സാധ്യതയുണ്ട്. ഇനി ആദിലക്കും നൂറക്കും കൺഫ്യൂഷൻ റൂമിൽ നിന്ന് കൊടുത്തിട്ടുള്ള ആ ഒരു ഉറപ്പിന്റെ പുറത്ത് ചിലപ്പോൾ ആദില പോയില്ല എന്നും വരാം. പക്ഷെ നെവിൻ ഓർ സാബുമാൻ മിക്കവാറും പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. സാബുമാൻ ഈ ആഴ്ച കുറച്ച് ഓവറാണ്. പല ആളുകൾക്കും നന്നായി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആള് വീണ്ടും അലമ്പാവുന്നത് മനസ്സിലാവുന്നുണ്ട്. അയാളുടെ യഥാർത്ഥ സ്വഭാവം. ഒരു പഴഞ്ചൊല്ല് തന്നെ ഉണ്ടല്ലോ, എന്തൊരു ശുദ്ധൻ എന്തോ പണി തരുന്നു, അങ്ങനത്തെ ഒരു സംഭവം. എനിക്കത് ഓർമ്മ വരുന്നത്. ആള് ഭയങ്കര ശുദ്ധനാണ്. ഓവറായിട്ട് കുറച്ച് ആകെ കയ്യിൽ നിന്ന് പോയി കിടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു താല്പര്യക്കുറവ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട്. ഇതുവരെ ഞാൻ സാബുമാനെ വോട്ട് ചെയ്തിട്ടില്ല കേട്ടോ, അത് ഒന്നാമത്തെ കാര്യം. നമ്മള് ഫുൾ അനീഷിനും ഷാനവാസ്കൊക്കെ മാത്രമേ വോട്ട് കൊടുത്തിട്ടുള്ളൂ, വേറെ ആരും കൊടുത്തിട്ടില്ല. പക്ഷെ ഷാനവാസ്കി ഇപ്പൊ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഫിനാലെ അടുക്കും തോറും ആള് കുറെ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. എന്തായാലും കൊള്ളാം, അനീഷേട്ടൻ പോകും എന്നുള്ള ആ ഒരു ഭയങ്കരമായിട്ടുള്ളത് ഇത്. അതേപോലെ ഇവര് ബിഗ് ബോസിന് ഇവരെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു ഐഡിയ. പുതിയൊരു രീതിയാണ് അത്ര. അതായത് മിഡ് നൈറ്റ് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എവിക്ഷൻ, മിഡ് നൈറ്റ് എവിക്ഷൻ. ഒന്ന് കേട്ടോക്കെ. സുപ്രഭാതമൊക്കെ പറഞ്ഞിട്ട് വിളിച്ചോറി അയാൾ മിഡ് നൈറ്റ് എവിക്ഷൻ ഇന്നലെ പുറത്തു പോയി. അതൊരു നല്ലൊരു ഐഡിയ ആണ്. മിഡ് നൈറ്റ് എവിക്ഷൻ. ഉറങ്ങിക്കിടക്കുമ്പോ അവര് കെട്ടി മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ വിളിക്കും, എന്നിട്ട് മുഖത്തിന്റെ പൊട്ടിക്കും, എന്നിട്ട് മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടോ? അല്ല, ഐഡിയ പറഞ്ഞു കൊടുത്താൽ മിഡ് നൈറ്റ് എവിക്ഷൻ അത് നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ആദിലയിലെയും അതേപോലെ ഈ 3 പേരാണ് ഇപ്പൊ ഇത് കൂടുതൽ അറിഞ്ഞിട്ടുള്ളത്. അവരാരില്ലെങ്കിലും ചെയ്യാൻ നല്ലത് മിഡ് നൈറ്റ് എവിക്ഷൻ. അനീഷേട്ടനെ ഔട്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുപ്രഭാതം എന്ന് വിളിച്ചിട്ട് രാവിലെ ബിഗ് ബോസ് കാണിച്ചു തരും. അതും ടി.വിയിൽ കാണിച്ചു തരും. അനീഷേട്ടൻ എങ്ങനെ തലയിലൊക്കെ കറുത്ത തുണിയൊക്കെ ഇട്ട ആളുകൾ വന്നിട്ട് എണീപ്പിച്ചിട്ട് ഔട്ടായി എന്ന് പറഞ്ഞു പോകുന്നുള്ളത്. നിങ്ങളുടെ ഒരു കോൺഫിഡന്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അനീഷേട്ടൻ അങ്ങനെ ഔട്ടായി എന്ന് തന്നെ കൂട്ടുക. അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി അത് എത്രത്തോളം അതാണെന്ന് മനസ്സിലാവും, സ്ക്രിപ്റ്റഡ് ആണെന്ന് മനസ്സിലാവും. ഇപ്പൊ പഞ്ചവർണ്ണ തത്തകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ, ഓൾറെഡി അങ്ങനെയാണ്. 7ന്റെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴവില്ലിൽ 7 വർണ്ണങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഒരു പരിപാടി. അത്ര തന്നെയാണ് ഇതിനർത്ഥം. ഓക്കെ ലാലേട്ടാ, ഓക്കെ. ഇവര് പറയുന്ന രീതിയിൽ അനീഷേട്ട ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മൊത്തം കഴിഞ്ഞു. ബിഗ് ലൂസിന്റെ മുഴുവൻ പേരും പോയി. എല്ലാരും ഉറക്കുന്ന സമയത്ത് മെല്ലെ മന്ദം രാവിലെ ഇരിക്കുമ്പോഴത്തേക്കും അയ്യോ അക്ബർ എവിടെ എന്ന് പറഞ്ഞിങ്ങനെ നടക്കണം നമ്മള്. ഓക്കെ, അവിടെ ഇപ്പൊ അക്ബറിനെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് അക്ബർ ഔട്ട് ആവാൻ സാധ്യത. ഇവര് 3 പേര് ഇരുന്ന് പറഞ്ഞ ഡയലോഗുകളാണ് ഇതൊക്കെ കേട്ടോ. നൂറയും അക്ബറും ആദിലയും ഇരുന്ന് അങ്ങനെ ഒരു സോഫയിൽ കിടന്ന് പറഞ്ഞാണ് അനിമോൾ ഔട്ടാവാം, അതേപോലെ അനീഷേട്ടൻ ഔട്ടാവും, ആര് വേണമെങ്കിലും ഔട്ടാവും. അത്ര ഉറപ്പിച്ച് പറയുന്ന പേരിൽ സാബുമാന്റെ പേര്, സ്വന്തം പേരോ അവർ പറയുന്നില്ല. അതിലൊന്നും സ്വന്തം പേര് പറയുന്ന പോലും ഇല്ല. മറ്റുള്ള ആളുകൾ ഔട്ടാവും എന്നുള്ളതാ. അതിനിടയിൽ നിങ്ങൾ ഇന്നലെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ, ആദിലയും നവീനും കിച്ചണിൽ കയറിയിട്ട് പാലെടുത്ത് കുടിക്കുന്ന സമയത്ത് അക്ബർ വന്നിട്ട് ഡയലോഗ് അടിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അത് കണ്ടിട്ടുണ്ടാവും അല്ലെ. അതില് ചോദിക്കുന്നുണ്ട്, എന്താ നവീനെ ഈ പരിപാടി, അത് ചെയ്യാൻ പാടില്ലല്ലോ. ആദിലൊക്കെ തല്ലുണ്ടാക്കിയെന്നൊക്കെ എല്ലാവർക്കും അറിയണ്ടാവല്ലോ. കഴിഞ്ഞ ആഴ്ചത്തെ തല്ല് മൊത്തം എന്തിനാണെന്ന് എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ. അതാണ് ഞാൻ പിടിക്കുന്ന മുയലിന് 2 കൊമ്പ് കൂടുതൽ. കൊള്ളാം. എന്നിട്ട് പെട്ടെന്നൊരു കരച്ചില്, TV ഓണാവും. രാത്രി നടന്ന് കാണിക്കും നിങ്ങളെ കൊണ്ടുപോകുന്നത്. TV ഓണാണ്. ആ TV ഓണാകുമ്പോ തന്നെ നമ്മള് തകർത്തോളത്തിങ്ങനെ. എനിക്കൊരു ചേട്ടനായാലും എനിക്കൊരു അമ്മാവനായാലും എനിക്കൊരു താനായാലും എന്റെ അക്കമാർ അല്ലെ പോവില്ല വിചാരിച്ചിരിക്കാറ്. അത് 2 മിനിറ്റത്തേക്ക്, പിന്നെ തൊട്ടിവിടെ ഉറങ്ങാൻ ആൾക്കാർക്ക് പേടിയാവും. പിന്നെ സംഭവം കേൾക്കാനൊക്കെ രസമുണ്ട്. അങ്ങനെ ഒരു എവിക്ഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അവരെ ഒന്നും അറിയിക്കാതെ രാവിലെ ടി.വിയിൽ അറിയിക്കുക എന്നുള്ളത്. അതില് നെവിനെയോ അതേപോലെ ആദിലെയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നുകൂടി അത് ഇഷ്ടപ്പെടും എന്നുള്ളതാണ്. കാരണം ആഗ്രഹിക്കുന്ന ആളുകൾ നെവിനെ ഇപ്പൊ കുറെ ആളുകൾ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയാൽ വീണ്ടും വൈബിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയായാലും ആൾ ഒരുപാട് വെകളിത്തരങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അത് ആളുകൾക്ക് വെറുപ്പ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ വോട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. ഈ ആഴ്ചയിൽ ഇപ്പൊ എല്ലാവരും നോമിനേഷൻ വന്ന് കിടക്കുന്ന ഒരു അവസ്ഥയാണെന്നുള്ളതാണ്. അതില്
ടോപ്പിൽ നിൽക്കുന്ന ആളുകൾ അനുമോൾ എന്തായാലും ടോപ്പിലാവും, അനീഷേട്ടൻ ടോപ്പിലാവും, ഷാനവാസ്ക ടോപ്പിലാവും. പിന്നെ ടോപ്പിൽ നിൽക്കാൻ സാധ്യതയുള്ള ആള് വോട്ടിങ്ങിന്റെ കാര്യത്തിലാണ് അത് അക്ബർ ഉണ്ട്. പിന്നെ നൂറ ഓൾറെഡി അതിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് നൂറയുടെ വോട്ട് അതിലേക്ക് കിട്ടും എന്നാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അത് എത്രത്തോളം ഉണ്ടാവും അറിയില്ല. പിന്നെയുള്ള ആ 3 പേര് നമുക്ക് ഭയങ്കര ഡൗട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മളെന്നെ പറയുന്നു രാത്രി ഒരു മനുഷ്യന് ഉറങ്ങൂല. അനീഷേട്ടനൊക്കെ കണ്ണിൽ ഈർക്കി വെച്ചിരിക്കും. എന്റെ പൊന്നു മോളെ, അതിമോഹമാണ് മോളെ, അതിമോഹമാണ്. നീ ഔട്ടാവില്ല എന്നുള്ള നിന്റെ ആ ഒരു ആത്മവിശ്വാസത്തിന്റെ അഖണ്ഡ ഘടന്റെ ഗുഡഘട അതാണ്. പേടിക്കേണ്ട മോളെ, ഈ ആഴ്ചയിൽ ഔട്ടാവാനുള്ള സാധ്യത 100% ഉണ്ടെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അതില്ല എന്നുണ്ടെങ്കിൽ മിഡ് വീക്ക് എവിക്ഷൻ വേറെ കിടക്കുന്നുണ്ട്. അത് ഇപ്രാവശ്യം നടപ്പിലാക്കിയിട്ടില്ല, അതുകൊണ്ട് അതും അവിടെ കിടക്കുന്നുണ്ട്. ഇനി നിങ്ങൾ പറഞ്ഞ അതേ രീതിയിൽ ചിലപ്പോൾ ബിഗ് ലൂസ് ചിലപ്പോൾ മിഡ് നൈറ്റ് എവിക്ഷനും നടത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇവർ നന്നായിട്ട് ഭയങ്കര ജലസ് ഇവിടെ കിടക്കുന്നുണ്ട്. അനുമോൾ ഔട്ടാവണമെന്നും അനീഷേട്ടൻ ഔട്ടാവണമെന്നും ഭയങ്കര ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ അവിടെ കിടന്നിട്ട് കളകളാന്ന് പറയുന്നത്. പക്ഷെ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നും നിങ്ങൾക്ക് ആരും വോട്ട് ചെയ്യില്ല എന്നുള്ള ബോധവും ഉണ്ടായാൽ കൊള്ളാം. ഓക്കെ, വോട്ടിന്റെ കാര്യത്തിൽ അക്ബർ താഴെയായിട്ടാണ് കിടക്കുന്നത്, ആദില കുറച്ച് മുകളിൽ കിടക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത് എനിക്കറിയില്ല. എല്ലാവരും വീട്ടിൽ LGTV വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് തോന്നുന്നത്, എല്ലാവരും കിടന്നിട്ട് വോട്ട് ചെയ്യുന്നത്. എന്തായാലും കൊള്ളാം. അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ ആയിട്ട് അതിലേക്ക് സന്ദീപ് സൈനിങ് ഓഫ്.